വെൽക്കം ടു ബിന്ദു ചിത്തിര. ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിലേക്കായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിലേക്കായിട്ട് ഒരു 600 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്നു പോയതാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്. ഇതെല്ലാം കൂടെ നന്നായി തിരുമ്മി പിടിപ്പിച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അല്ലെങ്കിൽ 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. പിന്നെ ഇതിലേക്കായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 2 മീഡിയം സൈസ് സവാള കനം കുറച്ച് അരിഞ്ഞത്, പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി, 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്, ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പാൻ ചൂടായി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പിന്നെ പച്ചമുളക്, ഇതെല്ലാം ഒന്ന് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് വഴറ്റാം. സവാള ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് ഏകദേശമൊക്കെ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ സവാളയൊക്കെ വഴറ്റിയെടുത്താൽ മതി. സവാളയൊക്കെ വഴന്ന് തക്കാളി ചേർത്ത് തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വന്നതിന് ശേഷം അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഉപ്പാണ് ചേർക്കുന്നത്. സവാള വഴറ്റാൻ നേരത്തെ ആദ്യം ഉപ്പിട്ട് കൊടുത്തിരുന്നില്ല. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇതിൽ ഉപ്പ് ചേർക്കാൻ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ ചേർക്കുന്നത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചതച്ച മുളക്, നമ്മുടെ ചില്ലി ഫ്ലേക്സ്, ഇത്രയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം, അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നത് വരെ. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലിട്ട് ഒന്ന് പുരട്ടിയെടുക്കുക. അതായത് ഈ ഗ്രേവിയൊക്കെ ചിക്കനിൽ നല്ല പൊതിയുന്നത് വരെ ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ട് നന്നായി ചിക്കനിൽ ഈ മസാലയൊക്കെ പൊതിഞ്ഞ് വരുന്ന രീതിയിൽ അതൊന്ന് ഇളക്കി ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കുക. പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ പീസുകളിൽ മസാലയൊക്കെ നല്ലോണം പുരണ്ടതിന് ശേഷം മൂടി വെച്ച് ഫ്ലെയിം കുറച്ച് വെച്ച് വേവിക്കുക. മൂടി വെച്ച് വേവിക്കുമ്പോഴും ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് വേറെ വെള്ളം ചേർക്കണ്ട. ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ വെള്ളത്തിൽ തന്നെ അത് വെന്തോളും. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 10-12 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ വെന്ത് കിട്ടും. ഇപ്പം ഇതിൽ എരിവിനായിട്ട് കൂടുതലും കുരുമുളക് പൊടിയാണല്ലോ ചേർത്തിരിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഇതിനെ പെപ്പർ ചിക്കൻ എന്നും പറയാം. ചിക്കൻ പീസൊക്കെ വെന്ത് വന്നതിന് ശേഷം വീണ്ടും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണെങ്കിൽ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ കുരുമുളക് പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് തൂവി മൂടി വെച്ച് ഫ്ലെയിം ഓഫാക്കി ഒരു 5 മിനിറ്റ് അങ്ങനെ മൂടി വയ്ക്കാം. ടേസ്റ്റിയായ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.